ബ്രേക്കിംഗ് KSRTC ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. നേരത്തെ 2 ഘട്ടമായിട്ടാണ് ശമ്പളം നൽകിയിരുന്നത്. മാസത്തിൽ 15 വരെ ആദ്യ ഗഡുവും ശേഷം അടുത്ത ഗഡുവുമാണ് നൽകിയിരുന്നത്. ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചില്ല എന്ന പരാതിയാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് തൊഴിലാളികളുടെ ആശങ്ക. സംസ്ഥാനത്താകെ 3000 ബദൽ ജീവനക്കാർ KSRTCയിലുണ്ട്. അർജുൻ കല്യാൺ. പടക്കം പൊട്ടിച്ചാഘോഷിച്ചവർക്കും പുതിയ CM വേണം, ചിരിക്കുന്ന CM വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവർക്കും അല്ലെങ്കിൽ ആഗ്രഹിച്ചവർക്കും ഒക്കെ കിട്ടിയിരിക്കുന്ന 8ന്റെ പണി എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ പടക്കം പൊട്ടിച്ചാഘോഷിച്ചതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു കൂട്ടം ആളുകൾ കരയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ആരാണ്? പ്രൈവറ്റ് ബസ് ജീവനക്കാർ അല്ലേ? പ്രൈവറ്റ് ബസ് ജീവനക്കാർ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ സഖാവ് തന്നെ മതിയായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു മുഖ്യമന്ത്രിയായിട്ട്. കാരണം അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഞങ്ങൾക്ക് ദിവസവും വേതനം കിട്ടിയിരുന്നേനെ, അല്ലെങ്കിൽ ഈ പറയുന്ന സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു സാധനവും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് 8ന്റെ പണി മേടിച്ച് തരില്ലായിരുന്നു എന്നാണ്. പ്രിയദർശിനി ബസ്സുകൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലടക്കമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ KSRTC ബസ്സുകളും പ്രിയദർശിനി ബസ്സുകളാക്കിക്കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടമ്മമാർക്കും അല്ലെ എല്ലാ സ്ത്രീകൾക്കും അവർക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന അല്ലെ ഒരു ചരിത്രം തിരുത്തുക എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ടാണ് വലതുപക്ഷ സർക്കാർ രംഗത്തേക്ക് വന്നത്. ഇതിനെ ഇരുകരങ്ങളും നീട്ടി സൈബർ പോരാളികളും വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാം വലിയ പ്രസംഗങ്ങളും വലിയ അന്തിചർച്ചകളും ഒക്കെ ആയിരുന്നു. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്തൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പുതിയ ആളുകൾ അതായത് VD സതീശൻ എന്ന് പറയുന്ന മാറ്റങ്ങളുടെ അല്ലെ വികസനത്തിന്റെ നായകൻ വന്നപ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളായിരുന്നു. എന്നാൽ അതേ മാപ്രകൾ തന്നെ അന്ന് VD സതീശൻ അടക്കമുള്ള സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്ന സ്മൃതീശൻ എന്ന് പറയുന്ന ആ ഒരു അവതാരിക ഇന്ന് രംഗത്തേക്ക് വന്നിട്ട് പറയുകയാണ് KSRTC ബസ് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എന്നുള്ളത്. നമുക്കറിയാം, പിണറായി വിജയൻ സഖാവ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പല ആളുകളും മെഴുകിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ പല വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് വലതുപക്ഷ PR ടീംസ് പറഞ്ഞുകൊണ്ടിരുന്നത് KSRTCയിൽ ഇനി എല്ലാവർക്കും സാലറി കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും, KSRTC ബസ്സുകളിൽ ഇത്രയും കാലം കിട്ടാത്തൊരു ശമ്പളം എന്ന് പറയുന്നൊരു സാധനം ഇനി കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവന്മാർ ഈ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം എന്താണ്? പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് KSRTC ബസ്സുകളിൽ അല്ലെ KSRTCയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാലറി കൃത്യമായിട്ടുള്ള സമയത്ത് കിട്ടുന്നില്ല എന്നായിരുന്നല്ലോ അവർ പറഞ്ഞത്. എന്നാൽ അതിൽ വിപരീതമായിട്ട് അവർക്കെല്ലാവർക്കും എല്ലാ മാസവും സാലറി കിട്ടിക്കൊണ്ടിരുന്ന 2 തവണയായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം ഇന്ന് ഒറ്റ തവണ പോലും കിട്ടാത്ത രീതിയിലേക്ക് നമ്മളുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി മാറ്റിയിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കാര്യം ഓർത്തിട്ട് എല്ലാവർക്കും അഭിമാനിക്കാം, എല്ലാവർക്കും സന്തോഷിക്കാം. കാരണം ചിരി മാത്രം മതിയല്ലോ, നമുക്ക് വേറെ വികസനങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിർത്തലാക്കാൻ ശ്രമിക്കുന്നത് ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ. നമുക്ക് എന്താ വേണ്ടത്? ചിരി മാത്രം മതി. ആ ചിരി മാത്രം മതിയെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ടെന്നേ. VD സതീശൻ അടക്കമുള്ള ചിരിക്കുന്ന മന്ത്രിസഭയിലുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി നമ്മുടെ ഈ ചിരി മാത്രം മതി. പിണറായിക്ക് ഇല്ലാതെ പോയതും നമുക്ക് കൂടുതലായിട്ടുള്ളതും ചിരിയാണ്. ആ ചിരി മാത്രം മതി. വികസനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സാധനമാണ്. ചിരി എന്ന് പറയുന്നതാണ് യൂണിക് അല്ലെങ്കിൽ മെയിൻ ഐറ്റം. അത് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് സതീശൻ എല്ലാവരോടും പറഞ്ഞതിൻ്റെ ഫലമായിട്ടായിരിക്കണം എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ മരണത്തിൽ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തത്തിൽ ആ മരണ വാർത്തയെപ്പറ്റി പറയുമ്പോൾ ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. ഞാൻ എന്നാലും ഓർക്കുന്ന അതൊന്നുമല്ല, ഈ സ്മൃതി എന്ന് പറയുന്ന സതീശനാദികൾക്ക് വേണ്ടിയിട്ട് വലിയ പണിയെടുത്ത ആ ഒരു സാധനം തന്നെ ഈ ഒരു വാർത്ത വായിക്കേണ്ടി വരുമ്പോൾ അതിനുണ്ടാവുന്ന വിഷമം അല്ല, അതിനുണ്ടാവുന്ന ഒരു എന്താ പറയുക ധൈര്യം, അല്ലെങ്കിൽ ഈ ചടുലമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ചാടി നിന്ന് സംസാരിക്കുക, പിണറായി വിജയനെതിരെ പിണറായി വിരുദ്ധത പരത്തുക, ഈ നേരങ്ങളിലൊന്നും കാണാത്ത ഒരു മൗനം അല്ലെങ്കിൽ ഒരു സന്തോഷക്കുറവ് ഈ വാർത്ത വായിക്കുമ്പോൾ ഉണ്ട്. അത് നിങ്ങൾക്കും തോന്നിക്കാണും അല്ലേ? വളരെ മാന്യമായിട്ട് വളരെയധികം സ്നേഹത്തോടും കരുതലോടും കൂടിയൊക്കെയാണ് സ്മൃതി ഈ വാർത്തകൾ വായിക്കുന്നത്. KSRTC ബസ്സുകളിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി, ഇനി അവർക്ക് ശമ്പളം കിട്ടില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ KSRTC ബസ്സും നല്ല അടിപൊളിയായിട്ട് നിർത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയദർശിനി എന്ന് പറയുന്നൊരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമയത്ത് അന്നേ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി പല ആളുകളും പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നു. അന്ന് അവരെ എല്ലാവരെയും കമ്മിപ്പട്ടവും സംഘിപ്പട്ടവും ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കുറേ കൊങ്ങി അടിമകൾ അവരെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അവർ പറയുന്നതെല്ലാം കമ്മികൾക്ക് വേണ്ടിയിട്ടാണ്, കമ്മികളുടെ PR ടീംസാണ് ഈ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ത്രീകളും വീട്ടമ്മമാരൊക്കെ രംഗത്തേക്ക് വന്നതിനെ അവരെ എല്ലാം കമ്മിപ്പട്ടം അടിച്ചേൽപ്പിച്ചങ്ങ് താഴ്ത്തി കളഞ്ഞു. ഇന്ന് അവരെല്ലാം പറഞ്ഞത് സത്യമായിട്ട് വരികയല്ലേ? ഈ എല്ലാവർക്കും സൗജന്യയാത്ര എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്
പ്രായമായവർക്കും വികലാംഗർക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നാണ് അവർ പറഞ്ഞത്. ഈ എല്ലാവർക്കും വാരിക്കോരി സൗജന്യയാത്ര കൊടുക്കുന്നതിൽ കൂടി വലിയൊരു നഷ്ടം KSRTCക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് നമ്മളിൽ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് പണം പിരിക്കും. ആ പണം പിരിക്കുന്നത് നമുക്കതുകൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് അമിതമായിട്ടുള്ള നികുതി അവർ ഈടാക്കും. ഒരു തരത്തിൽ ഒരു സൈഡിൽ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ കൂടി എങ്ങനെ മാറ്റണം അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് അറിയാമെന്നാണ് ഓരോ വീട്ടമ്മമാരും വന്ന് പ്രതികരിച്ചത്. ആ ഒരു കാര്യം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലായി. ഇത് എങ്ങോട്ടുള്ള പോക്കാണ്. ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു ബസ് എത്ര ദൂരം പോകും, എത്ര നാൾ പോകും, നമുക്കെല്ലാം അറിയാമായിരുന്നു. ഇന്നിപ്പോൾ KSRTC അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് എത്തുമ്പോൾ സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു സാധനവും ഏകദേശം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് തന്നെ പോകും. നമുക്കറിയാം CP ജോൺ എന്ന് പറയുന്ന ഗതാഗത മന്ത്രി അദ്ദേഹം വന്നിട്ട് പറഞ്ഞ എന്താണ്, KSRTC ഒരു കാരണവശാലും അല്ലെ ഒരു തരത്തിലും ഈ ഒരു നഷ്ടം ബാധിക്കത്തില്ല. 1 കോടി അല്ല 2 കോടി രൂപയുടെ നഷ്ടം വരുന്നുണ്ട്, ദിവസ വരുമാനത്തിൽ നഷ്ടം വരുന്നുണ്ട്. ഇതൊരു കാരണവശാലും KSRTC എന്ന് പറയുന്ന മേഖലയെ ബാധിക്കില്ല, ഗതാഗത മേഖലയെ ബാധിക്കില്ല. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്ലാനിങ്ങോടുകൂടിയൊക്കെ ഇവർ പദ്ധതിയുമായിട്ട് വന്നത്. പക്ഷേ ആ പ്ലാനിങ് ഇവരുടെ എല്ലാം ഒറ്റ ബുദ്ധിയിൽ തോന്നിയതാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രചാരണ വേളയിൽ പറഞ്ഞതാണെങ്കിലും പിന്നീട് അത് പ്രാവർത്തികമാക്കേണ്ടി വന്നതാണെങ്കിലും ഇപ്പം പണി കിട്ടാൻ പോകുന്ന ആർക്കാണ്? നമ്മുടെ കേരള ഗവൺമെൻറ്റിന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അധികം സന്തോഷിക്കാൻ പാടില്ല. ഇതൊരു പണി കിട്ടിയല്ലോ, സതീശനാദികൾക്ക് പണി കിട്ടിയല്ലോ, നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. കാരണം നാളെ ഇതെല്ലാം നമ്മുടെ നികുതിയിലേക്ക് കൂടുതലായിട്ട് വരും. ഓരോ സാധനങ്ങൾക്കും ഇവർ നികുതി ഇനത്തിൽ എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരും. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല. ഒരു സാധനം മേടിക്കുമ്പോൾ ഒരു 10 രൂപ 20 രൂപ ടാക്സ് എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ആ സാധനത്തിൻ്റെ വിലയെ നോക്കുക. ഒരു സൈഡിൽ കൂടി എങ്ങനെ ഇവർക്ക് ഒരു സൈഡിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ക്ലച്ച് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ അതിനെ പച്ച പിടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ് ഇന്ന് ഈ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ പണി കിട്ടാൻ പോകുന്നത് ഈ നാട്ടിലെ പുരുഷന്മാർക്കും സാധാരണ ജനങ്ങൾക്കും തന്നെയാണ്. ഒരു സൈഡിൽ സൗജന്യയാത്ര എന്ന് പറയുന്ന സാധനം നിർത്തലാക്കാൻ പോകുന്നു. KSRTCകൾ പണ്ട് കട്ടപ്പുറത്തായിരുന്ന KSRTC ബസ്സുകളെയെല്ലാം പുത്തൻ മോടി പിടിപ്പിച്ച് രംഗത്തേക്ക് ഇറക്കിയ KB ഗണേഷ് കുമാർ അടക്കമുള്ള നല്ല നിലപാടുള്ള ആണത്തമുള്ള ഒറ്റത്തന്തയ്ക്ക് പറന്ന നേതാക്കന്മാരിരിക്കുന്ന സമയത്ത് ചെയ്ത പല പ്രവർത്തികളും ഇന്നതെല്ലാം അനർത്ഥമാവാൻ പോവുകയാണ്. അതിനൊന്നും അർത്ഥമില്ലാതെ ആവാൻ പോവുകയാണ്. KB ഗണേഷ് കുമാറും ഗതാഗത മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നപ്പോൾ അല്ലെ തോറ്റിറങ്ങി പോകേണ്ടി വന്നപ്പോൾ ഓഫീസ് മുറ്റത്ത് പൊങ്കാല ഇട്ടുകൊണ്ട് ആഘോഷിച്ച കുറേ മഹാന്മാരും മഹാത്മാവായിട്ടുള്ള സ്ത്രീകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരാൾ ചിരിച്ചപ്പോൾ മറ്റുള്ള ജനങ്ങളെല്ലാവരും കരയേണ്ടി വരുന്നൊരു അവസ്ഥയായതുകൊണ്ടാണ്. എന്തായാലും സ്മൃതിയുടെ ബാക്കി മെഴുകിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. അർജുൻ, ഇപ്പോൾ തൊഴിലാളികൾ ആശങ്ക അറിയിക്കുകയാണ്. ശമ്പളം മുടങ്ങിയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? അതായത് എല്ലാ മാസവും 15-ാം തീയതി വരെ ആദ്യ ഘടവും അതിനുശേഷമുള്ള ദിവസങ്ങളിലുള്ള ജോലിക്ക് 2ാം ഘടവുമായി അങ്ങനെ 2 ഘട്ടങ്ങളിലാണ് ഈ ബദലി ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാർ ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTC വലിയ സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളത് നേരത്തെ തന്നെ ചർച്ചയായതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ബദലി ജീവനക്കാരുടെ ശമ്പളമാണോ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പിടിച്ചു വെക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത കാരണമാണോ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്? സർക്കാരിൽ നിന്ന് കൃത്യമായി പണം ലഭ്യമാകുന്നതാണ് തുടങ്ങിയ ആശങ്കകൾ ഈ ജീവനക്കാർ പങ്കുവയ്ക്കുകയാണ്. ഡ്രൈവർമാരും കണ്ടക്ടർമാരും ടെക്നിക്കൽ ജോലി ചെയ്യുന്ന ആളുകളും മെക്കാനിക്കുമായിട്ടുള്ള ആളുകളും ഒക്കെ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ഏകദേശം 3000-ഓളം വരുന്ന ജീവനക്കാർ ഇത്തരത്തിൽ KSRTCയിൽ ബദൽ ജീവനക്കാരായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അവരുടെ സാലറിയാണ് ഇപ്പോൾ ഒരു മാസത്തെ സാലറിയാണ് മുടങ്ങിയിരിക്കുന്നത്. എന്നാൽ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഉടനടി തന്നെ ആ പണം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിശദീകരണം. കണ്ടില്ലേ, കഴിവുള്ളവരിരുന്ന് ലാഭത്തിലാക്കിയ അല്ലെങ്കിൽ അമിത ലാഭത്തിലാക്കിയ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് നഷ്ടത്തിൻ്റെ പടുകുഴിയിലായിരുന്ന KSRTC ഉയർത്തിക്കൊണ്ടുവന്ന് വൻ ലാഭത്തിലാക്കിയെടുക്കുകയും ഇന്ന് അധികാരത്തിൽ വന്ന ആളുകൾ ആ ലാഭത്തിലാക്കിയിരുന്ന സാധനത്തിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ലാഭം ആക്കി വെച്ചിരുന്നൊരു സാധനത്തിനെ വീണ്ടും ആ പടുകുഴിയിലേക്ക് ഇരുണ്ട കാലത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. നമുക്കിത് കണ്ടില്ലെന്ന് വെച്ച് നടിച്ച് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നൊരു സാധനം കുറച്ച് ആളുകളിലേക്ക് മാത്രം ചുരുങ്ങിയിരുന്നെങ്കിലും KSRTC ഈ പറയുന്ന രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു.
എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പിണറായി വിജയനെ ഏകാധിപതിയെന്നും ഏകഛത്രാധിപതിയെന്നും കർക്കശ സ്വഭാവക്കാരനെന്നും വൃത്തികെട്ടവനെന്നും പറഞ്ഞ ജനങ്ങൾ തന്നെ വി ഡി സതീശൻ ഈ ഒരു ഏകാധിപതി കളിച്ച് ഈ പരിപാടികൾ ചെയ്യുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ, ഞങ്ങൾക്ക് സൗജന്യയാത്ര കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആത്മപുളകിതം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ എല്ലാം ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ്. ഇതിലും പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്നിട്ട് എന്തുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഇരുന്ന സമയത്താണ് KSRTC ഏറ്റവും നല്ല ഒരു ലാഭത്തിൽ ഓടാൻ തുടങ്ങിയത്. കട്ടപ്പുറത്തിരിക്കുന്ന പല ബസ്സുകളും സർവീസിൽ നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങി ഓടാൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലാണ്. നമ്മുടെ പല പൊതുമേഖലയായിക്കോട്ടെ സ്വകാര്യ മേഖലയായിക്കോട്ടെ ഏതുമായിക്കോട്ടെ എല്ലാം കുറച്ച് ഉയർന്നു വരാനായിട്ട് തുടങ്ങിയത് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിലാണ്. ഈവൻ വയനാട്ടിലെ നമ്മളൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആ ദുരന്ത ബാധിതരുടെ ദിനപത്തെ അടക്കം അവർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള ഫണ്ടും അവർക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണ്. ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതിക്കകത്ത് കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനം കിട്ടാതെയായത് പുതിയ ഭരണപക്ഷം വന്നപ്പോഴാണ്. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കൃത്യമായിട്ട് എല്ലാവരുടെ അക്കൗണ്ടുകളിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി അക്കൗണ്ടുകളിൽ കിട്ടുന്ന ആളുകൾക്ക് അത് പോയി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം വരെയും പിണറായി വിജയൻ സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് തോറ്റുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് നന്ദിയില്ലെന്നേ. മനുഷ്യവർഗമല്ലേ, നന്ദി എന്ന് പറയുന്ന സാധനം തൊട്ട് വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയും അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. ഞാനടക്കമുള്ള ആളുകളാണ് കേട്ടോ, അല്ലാതെ ഞാൻ മറ്റുള്ളവരെ പറയല്ല. ഞാനടക്കമുള്ള ആളുകൾ നന്ദിയില്ലാത്തവരാണ്. മനുഷ്യനല്ലേ, മാറും മറക്കും എല്ലാം ചെയ്യും. നന്ദികേട് കാണിക്കാൻ മനുഷ്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേതൊരു ജീവജാലങ്ങളും അല്ലേ. നമ്മൾ നാൽക്കാലികളെ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ പട്ടിയെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും നന്ദിയുള്ള ഒരു സാധനം അതാണെന്ന് നമ്മൾ പറയും. ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് കൊടുത്താൽ പോലും അതിന് ഭയങ്കര നന്ദിയാണ്. എന്നാൽ നമ്മുടെ മനുഷ്യർക്കോ, നമ്മളടങ്ങുന്ന മനുഷ്യ വിഭാഗത്തിന് ഈ പറയുന്ന സാധനമൊന്നും ഇല്ലെന്നേ. എത്ര കിട്ടിയാലും കൂടുതൽ കിട്ടണം എന്നുള്ളൊരു അത്യാർത്തിയാണ്, അല്ലെ ആർത്തിയാണ്, അല്ലെ അത്യാഗ്രഹമാണ്. ഈ അത്യാഗ്രഹത്തിന് കിട്ടിയ പണി തന്നെയാണ് ഇതെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ എന്തായാലും KSRTC ജീവനക്കാരുടെ അവരുടെ വയറ്റിപ്പിഴപ്പും ഇല്ലാതെയാവുകയാണ്. ഇനി സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അല്ലെ അധ്യാപകരുടെ കാര്യം എന്താണെന്നുള്ളത് നമുക്കിനി ഗണിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനിയും സർക്കാർ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ പറ്റാതെ വരും. KSRTC വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകും. ഈ നഷ്ടം നികത്താൻ വേണ്ടി പുതിയൊരു ഭരണപക്ഷം അടുത്ത വർഷം അല്ലെ 5 വർഷം കഴിയുമ്പോൾ വരുമ്പോൾ അവരിതിൻ്റെ പിന്നാലെ കിടന്ന് വീണ്ടും ഓടേണ്ടി വരും. ഇനി എന്തായാലും ഇടതുപക്ഷം മാറി വലതുപക്ഷം വന്ന് ഇടതുപക്ഷത്തിന് ഇനി ഒരിക്കലും ഇവിടെ ഒരു സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കുറേ അടിമകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും നീയൊക്കെ ഇത് തന്നെ പറയണം എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതും അതിസാഹസികമായി അല്ലെങ്കിൽ അതിവിദഗ്ധമായി പൂട്ടിക്കാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ പൂക്കികളുടെ ഒരു കഴിവെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.